ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്കിന് ബീഫോ ചിക്കനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സവാള നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ വേറെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് തന്നെ അതും അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെറിയൊരു പിടി മല്ലിയില അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അതൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു മസാലയ്ക്ക്. പിന്നെ ഉപ്പ് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു എന്താ പറയുക കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു മസാല പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ബീഫോ ചിക്കനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത് തണുത്ത ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ആ ഒരു വലുപ്പത്തിൽ അത്രയും കട്ടിയില്ലാണ്ട് ഷേപ്പാക്കിയെടുക്കുക. എത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഇതുപോലെ കൈ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. തിന്നായിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടിയില്ലാന്നേ പറഞ്ഞല്ലോ, കട്ട്ലറ്റിൻ്റെ അത്രയും കട്ടിയിൽ വേണ്ട, തിന്നായിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 2 മുട്ടയാണ്. 2 മുട്ട വെച്ചിട്ടാണ് ഇത്രയും സ്നാക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഈ മുട്ട നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ട 5 പീസായിട്ടാട്ടോ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഉണ്ടാക്കി വെച്ചത് ഒരു 17 ഒക്കെ ഉണ്ടാവും. അപ്പോൾ 1ലേക്ക് 2 വേണം. ഒരു സ്നാക്സിലേക്ക് 2 ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വേണം കേട്ടോ. ആ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് മുട്ട കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പം ആദ്യം ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മുട്ടയുടെ സ്ലൈസ് വെച്ച് കൊടുക്കുക. നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ചെയ്യുന്ന പോലെ നടുവിലായിട്ട് മുട്ടയുടെ സ്ലൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവം അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. കവർ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കവർ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഇനി നമ്മളിത് വേറൊരു മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം മുട്ടയുടെ ഇതൊന്നും നമുക്ക് എണ്ണയിലേക്ക് ചാടുമൊന്നുമില്ല. ആ മുട്ട അതിൽ ഒട്ടിപ്പിടിക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാടങ്ങ് ലൂസും ആവരുത്, എന്നാൽ ഒരുപാടങ്ങ് ടൈറ്റും ആവരുത്. നമ്മുടെ ആ ഒരു സ്നാക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ലൂസും ആവരുത് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം മനസ്സിലാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ റസ്ക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഈ ഓരോ സ്നാക്സ് എടുത്തിട്ട് ഈ ഒരു മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു റസ്ക് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നല്ല ഷേപ്പിലും കാണാൻ ഭംഗിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ വീണ്ടും ഒന്ന് അതിൽ മൈദയിൽ ഡിപ്പ് ചെയ്യുക, വീണ്ടും റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത്. ഞാൻ ടോട്ടൽ ഒരു 8 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. ഇപ്പോൾ സൈഡിലൊന്നും നമ്മൾ മുട്ട കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ആ സൈഡൊക്കെ കവറായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റ തവണയെ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് മുട്ടയൊക്കെ കവർ ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഡബിൾ കോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സൈഡൊന്നും അങ്ങനെ കവർ ചെയ്യാണ്ടത്. നമ്മളിപ്പോൾ പുറത്തേക്ക് കാണുമൊന്നുമില്ലല്ലോ, അത് മൈദ വെച്ചിട്ട് കോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു അളവ് വെച്ചിട്ട് 8 സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വീതിയുള്ള പാനാണെന്നുണ്ടെങ്കിൽ 3-4 ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് കോരാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ എന്തായാലും നന്നായിട്ട് കുക്കായതാണ്. അപ്പോൾ ഒരുപാടൊന്ന് 2 സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക്